ആസ് എ ഫിലിം മേക്കർ നമ്മളെപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയതെന്ത്, അടുത്ത സിനിമ എന്ത് എന്നെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ആദ്യ സിനിമയായ പൈസ ആയാലും രണ്ടാമത്തെ സിനിമയായ ലാൽബാഗ് ആയാലും അത് ത്രില്ലർ സ്വഭാവത്തിലുള്ള സിനിമകളാണ്. അപ്പോൾ അതിനുശേഷം ചെയ്യുന്ന ഒരു സിനിമ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ജോണർ ആയിരിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ സാഹചര്യം ഒത്തുവന്നപ്പോൾ ഈ ഒരു സബ്ജക്റ്റിന്റെ മനസ്സിൽ കുറച്ചു കാലമായിട്ട് ഉണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും സംസാരിക്കാൻ, സൊസൈറ്റിയോട് സംസാരിക്കാനുള്ളപ്പോഴാണ് സിനിമ സംഭവിക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നു. സോ അങ്ങനെ ഒരു തോട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു തോട്ട് ഞാൻ നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് ഷെയർ ചെയ്ത് അപ്പം അത് ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. വിഷയം ഈ സോഷ്യൽ മീഡിയയും അതിൻ്റെ ക്രൈസിസും അത് വ്യക്തികളുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസും ഒക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. സോ നമ്മൾ ഈ ഒരു വിഷയം തന്നെ സിനിമയാക്കാം എന്ന് തീരുമാനിക്കുകയും അതിന് തുനിഞ്ഞിറങ്ങുകയും ചെയ്യുകയായിരുന്നു. പത്രത്തിൻ്റെ ഏജ് അല്ല, 85 ആണ്. 85 വർഷം. അത് ബർത്ത് ഇയർ ആണ്. ബർത്ത് ഇയർ ആണ് 85 എന്ന് കൊടുത്തിരിക്കുന്നത്. നോർമലി നമുക്ക് യൂസർ നെയിം ഇൻസ്റ്റഗ്രാമിൽ നോർമൽ നമ്മളുടെ പേര് തന്നെ അവൈലബിൾ ആകാതെ വരുമ്പം നോർമലി ആദ്യം ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ബർത്ത് ഇയർ ആഡ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ബട്ടർഫ്ലൈ ഗേൾ 85 എന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. അല്ല, അത് സിനിമ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പുരുഷന്മാർ, സ്ത്രീകളുടെ ഉന്നമനം എന്ന് മാത്രമല്ല, മനുഷ്യരുടെ ഉന്നമനം എന്ന് തന്നെയാണ്. ഈ സിനിമയിൽ ഒരു സ്ത്രീയെ, ഇത് പുരുഷനെ വെച്ചും പറയാവുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് ഒരു സ്ത്രീയുടെ ആംഗിളിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ കഥയായിട്ട് പറയുമ്പോൾ അത് കുറച്ചുകൂടെ സൊസൈറ്റിയിൽ ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. ഈ പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതിപ്പം മറ്റൊരു സബ്ജക്റ്റ് ഒരു പുരുഷനെ വെച്ചാലാണ് അത് കൂടുതൽ ഇമ്പാക്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഐ വിൽ ഗോ ഫോർ ഇറ്റ്. ഒരു പുരുഷനെ വെച്ച് തന്നെയായിരിക്കും ആ സിനിമ ചെയ്യുക. ഇതൊരു സ്ത്രീയുടെ ആംഗിളിൽ സംസാരിക്കേണ്ട സിനിമയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിപ്പോ ഡയറക്ടർ പറഞ്ഞ പോലെ ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിനെ അഡ്രസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമയാണ്. പിന്നെ ഞാനിതിലേക്ക് എത്തിപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആക്ട് ലാബ് എന്ന് പറഞ്ഞ ആക്ട് ലാബിലെ കുറേ സുഹൃത്തുക്കൾ ഉണ്ട് ഇതിൽ. അപ്പോൾ ധന്യ ഒരു ആക്ട് ലാബിയനാണ്. ഞങ്ങൾ ഒരുമിച്ച് നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പരിചയത്തിൻ്റെ പുറത്തും പിന്നെ ഞാൻ ഇതിലേക്ക് വന്നതിന് ശേഷമാണ് പ്രശാന്തിയൊക്കെ പരിചയപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ നല്ല സൗഹൃദത്തിലാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പടം ഒരു കൊച്ചു സിനിമയാണ്. എന്നാൽ സമൂഹത്തിനോട് പറയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയുന്നു. അത് നമ്മളെല്ലാവരും തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാവരും ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു സ്ത്രീകളുടെ മാത്രം പ്രശ്നമായിട്ടല്ല, പുരുഷന്മാരും ഒക്കെ നമ്മൾ വീട്ടിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് എന്താണെന്നും അതിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന പ്രശ്നം അവർ അതിനെ അതിജീവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. ഫസ്റ്റ് വാച്ചാണ് എന്നുള്ളതാണ്. അങ്ങനെയല്ല, അങ്ങനെ എന്തായാലും ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല സിനിമ ചെയ്യാൻ തുടങ്ങുമ്പോൾ. ഞങ്ങള് വേറൊരു കുറച്ചൊരു വലിയ സ്കെയിലുള്ള ഒരു സിനിമയായിട്ട് തുടങ്ങിയതായിരുന്നു. അത് സെക്കൻഡ് കോവിഡ്, അതിന്റെ 2 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജയസൂര്യ ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ 2 മാസത്തെ പ്രീ പ്രൊഡക്ഷൻ നടക്കെ പെട്ടെന്ന് അതൊരു പെർട്ടിക്കുലർ ഒക്കേഷനിൽ വെച്ചിട്ട്, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അതിന് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഷൂട്ട് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വരികയും ചെയ്തു. അപ്പം ഞങ്ങളെല്ലാവരും ഫുൾ ഓൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയം, എല്ലാവർക്കും അഡ്വാൻസ് ഒക്കെ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഇത് നിർത്തേണ്ടി വന്നപ്പം ആ ഒരു എനർജി ലൂസ് ആവാതെ അടുത്ത ഒരു എണ്ണത്തിലേക്ക് അത് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പെട്ടെന്ന് തീരുമാനിച്ച് വന്ന ഒരു സിനിമയാണിത്. ആ സിനിമയിൽ ഞാനല്ലായിരുന്നു മെയിൻ ക്യാരക്ടർ ചെയ്യാനിരുന്നിരുന്നത്. ഇത് വന്നപ്പം ഒബിയസ്ലി ഞാൻ ഒരു ആർട്ടിസ്റ്റാണ്, കുറച്ച് സിനിമകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ട് കിട്ടിയതല്ല, റൈറ്റർ ഡയറക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് തന്നെ ചെയ്താൽ നന്നായിരിക്കുന്നു. പിന്നെ ഇതിന്റെ കഥ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയങ്ങളിൽ നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഡിസ്കഷൻസ് വരെയും അതിൽ നമ്മുടേതായ ഇൻപുട്ടുകൾ വരെയും ഉറപ്പായിട്ടും ഒരു സ്ത്രീയെ ആംഗിളിൽ പറയുന്ന കഥയിൽ
ഒരു സ്ത്രീയുടെ ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളത് നല്ലതാണെന്ന് ഉള്ള പുള്ളിയുടെ ഒരു ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ കൂടെ അതിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇതിൽ പുള്ളി തീരുമാനിക്കുന്നതാണ് ധന്യ ഈ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കുന്നു. ഉറപ്പായിട്ടും എനിക്ക് ചാലഞ്ച് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും അത് എടുക്കുമ്പോഴാണല്ലോ ഞാൻ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ വലുതാവുന്നത്. അത് മാത്രമാണ് ഇതിലേക്ക് വരാനുണ്ടായത്. ഓൾറെഡി നമ്മൾ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങുകയും ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്ത് അതിന്റെ പകുതിയിൽ എത്തി നിൽക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇതിലേക്ക് മാറിയത്. ഇതായിരുന്നു സംഭവിക്കാനിരുന്നത്, സംഭവിച്ചു. അത്രേ ഉള്ളൂ അതിൽ. അത് ആക്ച്വലി അതൊരു ഒരു കണ്ണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മൂടപ്പെട്ടതും ആ മൂടപ്പെട്ട കണ്ണിൽ നിന്ന് തുറന്ന ഒരു കണ്ണിലേക്കുള്ള ഒരു ട്രാവലുമാണ് ആ പോസ്റ്ററിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, ഒരു സോഷ്യൽ മീഡിയ ഐഡന്റിറ്റിയിൽ നിന്നും ഒരു വ്യക്തിയുടെ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് അവരുടെ തന്നെ കഴിവുകളെ അവർ തിരിച്ചറിഞ്ഞ് അവരുടെ ഒരു അതിജീവനം, ആ ഒരു സംഗതിയാണ് സിനിമ പറയുന്നത്. കഥയുമായിട്ട് എന്തെങ്കിലും ഉണ്ട്. ഇതൊരു കാരണമാണ് ഉറപ്പായിട്ടും. കാരണം ഒരുപാട് പേരും അങ്ങനെ നമ്മളുടെ അടുത്ത സൗഹൃദങ്ങളുള്ളവർ പോലും അങ്ങനെ സിനിമയെ പറ്റി സംസാരിക്കുന്നുണ്ടാകും. കാരണം ഇത് അവാർഡ് കിട്ടിയാൽ അവാർഡ് സിനിമ എന്തോ മോശം കാര്യം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ എത്രയോ ഗംഭീരമായ ആർട്ട് ഹൗസ് സിനിമകൾ ഉണ്ടായിട്ടുള്ള നാടാണ് നമ്മുടേത്. മലയാള സിനിമകളിൽ നിന്നും എത്രയോ ഗംഭീര സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ആളുകളെ കൊതിപ്പിക്കുന്ന, ആളുകളെ ഉള്ളിലിയിപ്പിക്കുന്ന എത്രയോ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമായിട്ട് തന്നെ അത് മാറിയിട്ടുണ്ട്. അവാർഡ് സിനിമ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഉറക്ക സിനിമയാണ്, ഉറക്ക ഗുളികയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. ശരിയാണ്, ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് സിനിമ ക്യാപ്സ്യൂൾ പരുവത്തിൽ കിട്ടിയാൽ അത്ര നല്ലതെന്ന് വിശ്വസിക്കുന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ റീൽസ് കാലഘട്ടത്തിൽ. പക്ഷെ അതിലപ്പുറത്ത് സിനിമയ്ക്ക് സിനിമയുടേതായ ഒരു നിലനിൽപ്പുണ്ട്. സിനിമ അഡ്രസ്സ് ചെയ്യുന്ന കുറേ വിഷയങ്ങളുണ്ടാവും. ഒരു സിനിമയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു സമൂഹത്തോട് പറയാനുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ സിനിമ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ കൂടെ നമുക്ക് എങ്ങനെ ഒരു ആർട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ സിനിമയിൽ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നാം, ഇതിൽ പല വ്യക്തികൾക്ക് തോന്നാം, ഇതിലെവിടെയോ ഞാനുണ്ടല്ലോ, ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ ഞാൻ പോയിട്ടുണ്ടല്ലോ, എപ്പോഴൊക്കെയോ ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അത്തരം ഒരു അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വയമേ ഉള്ള ഒരു തിരിച്ചറിവുകൾ കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ കൂടെ സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ശക്തമായ ഒരു താക്കീതെന്നോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മോശമാണെന്നോ സോഷ്യൽ മീഡിയ നല്ലതാണെന്നോ എന്നും നമ്മൾ ഈ സിനിമയിൽ കൂടെ പറയുന്നില്ല. സോഷ്യൽ മീഡിയക്ക് അതിൻ്റെതായ ഗംഭീരമായ ഒരു അവസ്ഥയുണ്ട്. അതേപോലെ ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ മുന്നിൽ വരുന്ന ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. സോഷ്യൽ മീഡിയ എന്തെല്ലാം ക്രൈംസിനാണ് വിധേയമാകുന്നത്, അല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ എന്തെല്ലാം ക്രൈംസ് ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം എത്ര ഗംഭീരമായിട്ടാണ് ഒരു വ്യക്തിയെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. സോ ഇതിന് അത്തരം വശങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു വിരൽ ചൂണ്ട് എന്നുള്ളതിൽ കൂടുതൽ ഇതൊരു തിരിച്ചറിവിന്റെ സിനിമയും കൂടെയാണ്. അങ്ങനെയല്ല, ആക്ച്വലി ഇതിൽ പറയുന്നത് നമുക്ക് നമ്മളുടെ ഇടയ്ക്ക് തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ എന്തോ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. നമ്മുടെ ശരിക്കുള്ള ഞാനാണോ, എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലാണോ ശരിക്കുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഞാനും ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് വരെയും അതിൽ നിന്ന് യഥാർത്ഥ ഞാനിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടവും ആ തിരിച്ചറിവുമാണ് സിനിമ പറയുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഒന്നും ചെയ്യരുത്, അത് ചെയ്യണം, ഇതാണ് നല്ലത്, അത് ചീത്തയാണ്, അതൊന്നുമില്ല. നമ്മുടെ സ്വയമേ തന്നെ നമ്മളെ തന്നെ മാറ്റിയെടുത്താലേ, നമ്മളുടെ ഉള്ളില് തിരിച്ചറിവ് വന്നാൽ മാത്രമേ നമ്മുടെ ഏത് ക്രൈസിസിൽ നിന്നും ഓവർകം ചെയ്ത് നമുക്ക് വരാൻ പറ്റുള്ളൂ. അതിന് അൾട്ടിമേറ്റ്ലി തീരുമാനം എടുക്കേണ്ടതും ചിന്തിക്കേണ്ടതും സ്റ്റെപ്പ് വയ്ക്കേണ്ടതും നമ്മൾ തന്നെയാണ്. ആ ഒരു തിരിച്ചറിവ് മനുഷ്യർക്ക് എല്ലാവർക്കും പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷെ അതൊന്നും ഒന്നിന്റെ അവസാനമല്ല. അതിനെ നമ്മൾ തന്നെ തീരുമാനിച്ച് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവണം. അത് പോവാൻ എവിടെയെങ്കിലും ഒരു ബ്ലോക്കായി നിൽക്കുന്നവർക്ക് പോലും ഞാനും ഒന്ന് മാറി ചിന്തിക്കണല്ലോ എന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ തോന്നാൻ, ചിന്തിപ്പിക്കാൻ ഒരു സാധ്യതയുണ്ട്.
അല്ലാതെ നിങ്ങൾ ഈ വഴി പോകൂ, ഇതാണ് ശരി, ഇതാണ് തെറ്റ്, അതൊക്കെ ആപേക്ഷികമായ ഒരു കാര്യമല്ലേ. അങ്ങനെയില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും എൻ്റെ പ്രൊഫൈൽ പിക്ചർ, ഏറ്റവും നല്ലൊരു പ്രൊഫൈൽ പിക്ചർ ഞാൻ ഇടുന്നു, ഏറ്റവും നല്ലൊരു കവർ ഫോട്ടോ ഇടുന്നു, എൻ്റെ അപ്ഡേറ്റിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ഞാൻ കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന എനിക്കൊരു വയറുണ്ട്. ഈ വയറ് ചിലപ്പം എൻ്റെ പോസ്റ്റുകളിൽ ചിലപ്പോൾ ഉണ്ടാവില്ല, ഞാനത് ക്രോപ്പ് ചെയ്തിട്ടായിരിക്കും ഇടുന്നത്. എന്തുകൊണ്ട്? എന്നെ ഏറ്റവും നന്നാക്കി എനിക്ക് കാണിക്കാനാണ് ഇഷ്ടം. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഞാൻ ഇതാണ്, സോഷ്യൽ മീഡിയയിൽ ഞാൻ അതാണ്. ആ വ്യത്യാസം എന്തായാലും അവിടെ ഉണ്ട്, അതെല്ലാ മനുഷ്യരിലും ഉണ്ട്. അല്ല, സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മക്കളോട് അങ്ങനെ ഉപദേശങ്ങളൊന്നും കൊടുത്തിട്ടില്ല. രണ്ട് പെൺമക്കളുടെ അച്ഛനെന്ന നിലയിൽ വളരെയധികം അഭിമാനിക്കുന്ന ഒരാളാണ്. അവരെ ഫ്രീ ആയിട്ട്, അതായത് അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ അവരോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും നവോദയയിൽ പഠിക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ തരത്തിലുള്ള എല്ലാ സ്വാതന്ത്ര്യവും അങ്ങനെയുള്ളൊരു അച്ഛനായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അത് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇതുവരെ. അങ്ങനെ ഒന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. നിലവിൽ അവർ രണ്ടുപേർ, എനിക്ക് ഒരാൾക്ക് എന്തോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അവര് ബോർഡിംഗ് സ്കൂളിലായതുകൊണ്ട് അവർക്ക് മൊബൈൽ അധികം ആക്സസ് ഇല്ല. ഇവിടെ നാട്ടിൽ വരുമ്പോഴേ അവർക്ക് മൊബൈൽ കിട്ടുന്നുള്ളൂ. പിന്നെ ഞാൻ പറയുന്നത്, ഇപ്പം നമ്മള് ലോകം ഇതാണല്ലോ, നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിക്കേണ്ടത്. അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകും സാവധാനം. എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇതിനോടൊക്കെ പൊരുത്തപ്പെട്ട് അല്ലെങ്കിൽ ഇടിച്ചു നിൽക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് ഞാൻ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസ് ആണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾക്ക് തെറ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർക്ക് തെറ്റായിക്കൊള്ളുന്നില്ല. ഞാനത് പറയാൻ കാരണം, കഴിഞ്ഞ ഇടയ്ക്കൊരു ഫംഗ്ഷന് എൻ്റെ മൂത്ത മോള് ഇട്ട ഡ്രസ്സ്, ചുരിദാർ ഇട്ടപ്പോൾ ഇവിടെ കൈ, ഞാൻ അത് തയ്ക്കുന്ന സമയത്ത് ഞാൻ കൈ വെക്കണം. അപ്പോൾ അത് വേണ്ട, ആ കൈ ഇല്ലാത്തതായിരുന്നു നല്ലതെന്ന് അവള് പറയണ്ട. അപ്പൊ ഞാൻ എൻ്റെ ഒരു തോട്ട്, ഞാൻ അതങ്ങനെ കൈ ഇല്ലാതെയൊക്കെ ഒന്ന് അത് ബുദ്ധിമുട്ടല്ലേ എന്ന് പറയുന്നു. അച്ഛാ എന്താണ്? അപ്പോ അവർക്ക് അതിനെക്കുറിച്ച് ധാരണയുണ്ട്. എനിക്കത് മനസ്സിലായി. നമ്മള് അങ്ങനെ അത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടാണല്ലോ. അവരുടെ കാഴ്ചപ്പാട് വേറെ ആയിരിക്കും. നമ്മളുടെ കാഴ്ചപ്പാട് അവരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെടുന്നത് പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അച്ഛനാകരുതെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ അങ്ങനെ അത് ചെയ്ത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല.